IMCയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റ് 30% വരെ, അതായത് MRPയുടെ 30% വരെ റീറ്റെയിൽ പ്രോഫിറ്റ്. ഗ്രൂപ്പ് റീറ്റെയിൽ ഇൻസെന്റീവ് അഥവാ GRI എന്ന് പറഞ്ഞിട്ട് ഒരു 20%. ആയുർവേദ കേന്ദ്ര അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ 15% വരെ PVയുടെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ മാർജിന് നമുക്ക് ലഭിക്കും. അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് 30%, പെർഫോമൻസ് ഇൻകം 17%, ലീഡർഷിപ്പ് ബോണസ് 15%, സീനിയർ ലീഡർഷിപ്പ് ബോണസ് 10%, ഫണ്ടുകൾ 23.5%, റോയൽ ആനുവൽ ബോണസ് 4%. ഈ അച്ചീവ്മെന്റിന്റെ ലെവലുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം 10% വെച്ചിട്ടാണ്, അതായത് പ്രോഫിറ്റ് ലെവൽ 10% വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അഥവാ സ്റ്റാർ അസോസിയേറ്റ്. അടുത്ത ലെവലാണ് എക്സിക്യൂട്ടീവ് സ്റ്റാർ അസോസിയേറ്റ്, അവിടെ അപ്പൊ നമ്മൾ 20% ആവും. പിന്നെ സീനിയർ സ്റ്റാർ അസോസിയേറ്റ്, അപ്പൊ നമ്മൾ 25% പ്രോഫിറ്റ് ലെവലെത്തും. സൂപ്പർ സ്റ്റാർ അസോസിയേറ്റ് 30% പ്രോഫിറ്റ് ലെവൽ. ഈ സൂപ്പർ സ്റ്റാർ അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ലെവലാണ് IMCയെ സംബന്ധിച്ചിടത്തോളം. പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറയുമ്പോൾ അതായത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തുടക്കത്തിലെ ഒരു പ്രധാനപ്പെട്ട ലെവലാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ സിൽവർ സ്റ്റാർ, ഗോൾഡ് സ്റ്റാർ, റൂബി സ്റ്റാർ, ഡയമണ്ട് സ്റ്റാർ, ചെയർമാൻ സ്റ്റാർ. മറ്റൊരു പ്രധാനപ്പെട്ട ലെവലാണ് ചെയർമാൻ സ്റ്റാർ. ഈ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള വരുമാനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സിൽവർ സ്റ്റാർ ആകുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 10,000 വരുമാനം പ്രതീക്ഷിക്കാം. ഗോൾഡ് ആകുന്ന സമയത്ത് ഏകദേശം ഒരു 20,000 പ്രതീക്ഷിക്കാം. റൂബി ആകുന്ന സമയത്ത് ഏകദേശം 30,000 പ്രതീക്ഷിക്കാം. ഡയമണ്ട് സ്റ്റാർ ആകുന്ന സമയത്ത് 40,000 പ്രതീക്ഷിക്കാം. ചെയർമാൻ സ്റ്റാർ ആകുന്ന സമയത്ത് ഒരു 50,000 പ്രതീക്ഷിക്കാം. ഒരു 50,000 മുതൽ ഒരു 2 lakh ഈ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ലെവലാണ് ചെയർമാൻ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ലെവൽ 45% ആവും. നമ്മുടെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് കോഹിനൂർ ക്രൗൺ പ്രസിഡന്റ് ആണ്, 47%.